എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇത് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ. നിങ്ങൾക്ക് ആർക്ക് വേണേലും കമൻറ്റുകൾ എഴുതാം, എനിക്കതിൽ വിഷയമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവുള്ളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായോ ബംഗ്ലാദേശുമായോ അതോടൊപ്പം തന്നെ ഈ താലിബാനുമായോ ഒരു യുദ്ധത്തിലേർപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം സമൂഹം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിം നേതാവ്, അത് അവിടുത്തെ ഒരു വലിയ നേതാവാണ്, അദ്ദേഹം പറഞ്ഞു, ബംഗ്ലാദേശിൽ മുസ്ലിങ്ങളാണ് മെജോറിറ്റി, പാകിസ്ഥാനിലും മുസ്ലിങ്ങളാണ്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് 40 കോടിയോളം ആളുകളുണ്ട്. ഞങ്ങൾ വിചാരിച്ചാൽ ഈ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഒരു മത നേതാവ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പല ആളുകളും ഇത് കേട്ടങ്ങ് മറന്നു. നമ്മൾ ഓർത്തു അദ്ദേഹത്തിൻ്റെ ആവേശത്തിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ തീഷ്ണതയിലോ പറഞ്ഞതായിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു. എന്താണ്? ഇന്ത്യയിൽ ഞങ്ങൾക്ക് 40 കോടിയോളം അനുയായികളുണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അതോടൊപ്പം ഇന്ത്യയിൽ താമസിക്കുന്ന ഞങ്ങളുടെ 40 കോടിയോളം അനുയായികൾ വിചാരിച്ചാൽ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഇദ്ദേഹം പറയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് പറഞ്ഞു, ഞങ്ങളോട് എതിർക്കരുത്, കാരണം ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഞങ്ങളാണ്, മുസ്ലിം ഭരണത്തിൻ്റെ കീഴിൽ നിങ്ങൾ ആയിരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങളോട് മാന്യമായി മാത്രമേ പെരുമാറാവുള്ളൂ എന്ന് ഈ ഒരു നേതാവ് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇന്നെടുത്ത് പരിശോധിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. വാസ്തവത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം സമൂഹം നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധിയിൽ വന്നാൽ, രാജ്യം ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചാൽ ഇവർ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതായത് ചില കണക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോയതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. പാകിസ്ഥാനിൽ 25 കോടിയാണ് പോപ്പുലേഷൻ, ബംഗ്ലാദേശിൽ 18 കോടിയാണ് എന്ന് പറയപ്പെടുന്നു. ഇത് നമുക്ക് ലഭിക്കുന്ന കണക്കുകളാണ്. എന്നാൽ ഈ കണക്കുകൾക്കപ്പുറത്ത് ഏതാണ്ട് പാകിസ്ഥാനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 30 കോടിയിലധികം ജനസംഖ്യയുണ്ട്. ബംഗ്ലാദേശിനെ നോക്കുമ്പോൾ അവരുമുണ്ട്, ഏതാണ്ട് 20 കോടിയിലധികം ജനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, പാകിസ്ഥാനിൽ ഇസ്ലാം മതവിശ്വാസികൾ 96.3%. അവിടെ ഹിന്ദുക്കൾ 2.2%, ക്രിസ്ത്യാനികൾ 1.4% ഉള്ളൂ. അതോടൊപ്പം ബംഗ്ലാദേശിൽ 91% അല്ലെങ്കിൽ 92% മുസ്ലിങ്ങളാണ്. അവിടെ 7% മാത്രമാണ്, അല്ലെങ്കിൽ 8% മാത്രമാണ്, ഏതാണ്ട് 7% മാത്രമാണ് ഹിന്ദുക്കളുള്ളത്. അപ്പോൾ ഏതാണ്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ പാകിസ്ഥാനിൽ ഒരു 25 കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് വിചാരിക്കുക, ബംഗ്ലാദേശിലും ഏതാണ്ട് ഒരു 20 കോടിയോളം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ 45 കോടിയായി. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ കണക്കനുസരിച്ച് അവർ പറയുന്നത് 40 കോടി ജനമുണ്ടെന്നാണ്.
പക്ഷേ നമ്മൾ ഒരു ഒരു കണക്ക് നോക്കിയാൽ ഏതാണ്ട് 20 കോടിയിലധികം ജനങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യം നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം സമൂഹം ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ ബൈ ചാൻസിൽ ഈ മുസ്ലിം സമൂഹവും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാൽ നമ്മുടെ രാജ്യത്തിന് എത്ര വലിയ ഒരു ഭീഷണിയായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒരു സൈഡിൽ പാകിസ്ഥാൻ നിൽക്കുന്നു, മറു സൈഡിൽ ബംഗ്ലാദേശ് നിൽക്കുന്നു, ഒരു സൈഡിൽ താലിബാൻ നിൽക്കുന്നു. എന്നാൽ ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചൈന എന്ന ഒരു രാജ്യവും നിൽക്കുന്നു. ഇന്ത്യ ലോക റാങ്കിങ്ങിൽ പവർഫുൾ നേഷനിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് അമേരിക്കയും, 2ാം സ്ഥാനത്ത് റഷ്യയും, 3ാം സ്ഥാനത്ത് ചൈനയും, 4ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും അതോടൊപ്പം ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ താലിബാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിച്ചാൽ എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഒന്ന്, ശത്രു രാജ്യങ്ങളോട് നമ്മൾ പോരാടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് താമസിക്കുന്ന മുസ്ലിം സമൂഹം അവർക്ക് സപ്പോർട്ട് ചെയ്താൽ, അതായത് പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ സപ്പോർട്ട് ചെയ്താൽ, ഈ ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തെയും നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒന്നാമത് ആഭ്യന്തരമായ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെയും ഇന്ത്യ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരാശങ്കയല്ല, മറിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോകളൊക്കെ കാണുമ്പോൾ പല ആളുകളും അവരുടെ ആശങ്കകളാണ് പറയുന്നത്. അപ്പോൾ ഈ ആശങ്കകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ തന്നെ ഈ വെസ്റ്റ് ബംഗാളിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആസാമിൽ BJP ഗവൺമെൻറ് ആയിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. അതായത് ബംഗ്ലാദേശ് വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്താണ്. അതിൻ്റെ ഒരു ഭൂപടം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് അതിൻ്റെ 4 ഈ വശങ്ങളിൽ, ഒരു സൈഡ് ഒഴികെ ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും ഇന്ത്യൻ സ്റ്റേറ്റുകളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശികൾക്ക് വെസ്റ്റ് ബംഗാളിലേക്കോ ആസാമിലേക്കോ അതുപോലുള്ള മറ്റ് മേഘാലയയിലേക്കോ ഇതുപോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ കയറാം. അപ്പോൾ ഇത്രയും ഏരിയയ്ക്ക് ഉള്ളിലാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശ് ഒരു വിദേശ രാജ്യമാണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യക്കകത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ ഭാഗമായതുകൊണ്ടും അതിൻ്റെ ചുറ്റുവട്ടത്തും ഇന്ത്യൻ സ്റ്റേറ്റുകളായതുകൊണ്ടും ഇവർക്ക് നുഴഞ്ഞുകയറ്റം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ 15 വർഷമായി ഈ മമതാ ബാനർജിയോട് വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിൽ വേലി നിർമ്മിക്കാനായിട്ട് സ്ഥലം ഏറ്റെടുത്ത് തരണം എന്നാവശ്യപ്പെടുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ തന്നെ 6 പ്രാവശ്യം വെസ്റ്റ് ബംഗാൾ സന്ദർശിക്കുകയും മമതാ ബാനർജിയോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയെ 3 പ്രാവശ്യം പറഞ്ഞു വിടുകയും ഈ വിഷയമായി ആവശ്യപ്പെടുകയും ചെയ്തു. പല പ്രാവശ്യവും ഈ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിൽ വേലി നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു. മമതാ ബാനർജി അതിന് തയ്യാറായില്ല. കാരണം
ഈ ബംഗ്ലാദേശിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകളും ഇന്ത്യയിൽ കുടിയേറി ഇവിടെ ഇല്ലീഗലായി താമസിക്കുകയായിരുന്നു. അപ്പോൾ BJPയുടെ ഭരണം വന്നതോടുകൂടി ഈ വെസ്റ്റ് ബംഗാളിലുള്ള ബംഗ്ലാദേശികളെല്ലാം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി. നമ്മുടെ കേരളത്തിലിപ്പോൾ ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. ഇനി ആരും അങ്ങോട്ട് വരില്ല. കാരണം അവരെല്ലാം ബംഗ്ലാദേശികളായിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഹോട്ടലിൽ പൊറോട്ട അടിക്കാൻ നിന്നതും മറ്റ് ജോലികളിൽ ക്ലീനിങ്ങിനും ഒക്കെ നിന്നവരെല്ലാം ബംഗ്ലാദേശികളായിരുന്നു. അവർക്ക് വ്യക്തമായ രേഖകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം മടങ്ങിപ്പോയി. അതുകൊണ്ട് നല്ലൊരു ശതമാനം ആളുകളും മടങ്ങി വരില്ല. അതുകൊണ്ട് കേരളത്തിൽ തോട്ടം മേഖലകളിലും ഹോട്ടൽ മേഖലകളിലും പല മേഖലകളിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശികൾ കുറേ ആളുകൾ ചേർന്ന് വലിയ ഒരു റാലി നടത്തി. അവർ അതിൽ ആവശ്യപ്പെടുന്നത് മമതാ ബാനർജി തന്നെ ബംഗാൾ ഭരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നമുണ്ടാക്കും. ഇതാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ മമതാ ബാനർജി ആരുടെ സൈഡായിരുന്നു? ബംഗ്ലാദേശികളുടെ സൈഡായിരുന്നു. അവർ ഒരിക്കലും ഒരു രാജ്യസ്നേഹി ആയിരുന്നില്ല. അവർ ബംഗ്ലാദേശികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വനിതയാണ്. ഇത് എൻ്റെ ഈ വീഡിയോ വെക്കുമ്പോൾ കുറേ ജിഹാദികളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്, വളരെ സത്യസന്ധമായ കാര്യമാണ്. അതേസമയം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സുവേന്ദ് അധികാരി മുഖ്യമന്ത്രി ആയതോടുകൂടി 45 ദിവസത്തിനുള്ളിൽ അവിടെ വേലി നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം നടക്കില്ല. ഇന്ത്യയുടെ അതിർത്തി, ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയിൽ വേലി കെട്ടി അവരൊരു കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയാണ്. എന്താണ്? അവരുടെ രാജ്യത്ത് സമരം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ BJPയുടെ ഭരണം കൊണ്ട് സംഭവിച്ചത്, ഒന്ന്, ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിൽ നിന്ന് ഒരു മോചനം കിട്ടി, അവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചു. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഇതുപോലെയുള്ള വലിയ മുസ്ലിം സംഘത്തിൻ്റെ നേതാക്കന്മാർ പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും. അപ്പം ഞാൻ മുമ്പോട്ട് വെച്ച ഒരു ചോദ്യം ഇതാണ്: ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യക്ക് നേരിട്ടാൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ സപ്പോർട്ട് ആർക്ക് ലഭിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ 2047 ആകുമ്പോഴത്തേക്കും ഇന്ത്യ പിടിക്കണം എന്നുള്ള അവരുടെ ടാർഗറ്റാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലുള്ള ചില മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി, എന്താണ്, മുസ്ലിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ വരും. ചിലർ പറയുകയാണ്, കലീമ ചൊല്ലാത്തവരെ, ഹിന്ദുക്കളായിട്ടുള്ളവരെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല. ഈ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ കേട്ടതാ, അവരുടെ പ്രാർത്ഥന, അത് ചൊല്ലാത്തവനെ കൊല്ലുക. അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കി. ഇനി നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഏറ്റവും അധികം ചീത്ത പറയുകയും തെറി പറയുകയും ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭാഷണം നടക്കുകയാണെങ്കിൽ, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കൂ. നിങ്ങൾക്കപ്പോൾ തിരിച്ചറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രമാത്രം വെറുക്കുന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി വളരെയധികം കഷ്ടപ്പെട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബീഹാർ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സർക്കാർ രൂപീകരിച്ചു. ഇവിടെ ഈ മുസ്ലിം സമൂഹത്തിന് എന്തു ദോഷം ചെയ്തിട്ടാണ് ഈ പ്രധാനമന്ത്രി ഇവർ ഇത്രമാത്രം ചീത്ത വിളിക്കുന്നത്? ലോകത്തിൽ
ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യം ഈ ലോകത്തിലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രധാനമന്ത്രി BJP അധികാരത്തിൽ വന്നതിന് ശേഷം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം, അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഉപദ്രവം ഇന്ത്യയിൽ നേരിട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഗുജറാത്ത് കലാപം. ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യം എന്താണ്? ഞാൻ കൃത്യമായി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറയും. ബാബറി മസ്ജിദിൻ്റെ സമയത്ത് BJPയുടെ ഭരണമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരറിവിൽ ഇതുവരെയും BJP ഗവൺമെൻറ്റോ നരേന്ദ്രമോദിയോ മുസ്ലിങ്ങൾക്ക് വിരോധമായോ ക്രിസ്ത്യാനികൾക്ക് വിരോധമായോ ഒരു പ്രശ്നങ്ങളും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള, രണ്ട് ട്രൈബ്സുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഇതിൻ്റെ അകത്ത് മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില മുസ്ലിം പണ്ഡിതന്മാരും ചില മുസ്ലിം യൂട്യൂബർമാരും ചില ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പാതിരിമാരും ചില ക്രിസ്ത്യൻ പെന്തക്കോസ് പാസ്റ്റർമാരും ഇതിൻ്റെ അകത്ത് മുതലെടുക്കുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ്, വലിയ കലാപമാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രശ്നമാണ്, മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം ഞാൻ ചോദിച്ചു, ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിച്ചതുകൊണ്ട് അവരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപദ്രവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് നമ്മൾ പറയണം. അതേസമയം BJPയുടെ ഭരണം വന്നതോടുകൂടി ഇന്ത്യ സുരക്ഷിതമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാകിസ്ഥാൻ എന്നുള്ള നുഴഞ്ഞുകയറ്റം നിന്നു. അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലൂടെ ഒരു സാധാരണക്കാരന് യാത്ര ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരിക്കൽ പോലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു റിപ്പബ്ലിക് ഡേ വരട്ടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് അവിടെ ഒരു സ്കൂളുകളിലും ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താറില്ലായിരുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന് മറുപടി പറയാൻ. ജിഹാദികളായിട്ടുള്ളവർ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും. ഇന്നൊരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ജമ്മു ആൻഡ് കാശ്മീരിൽ പോകാം, അവന് തിരിച്ചു വരാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇത് നടക്കുകയില്ലായിരുന്നു. 15 വർഷം ഈ മമതാ ബാനർജി ഭരിച്ച വെസ്റ്റ് ബംഗാളിൽ അവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ മുസ്ലിങ്ങളായിരുന്നു ഭൂരിപക്ഷവും. അതിനു മുമ്പ് 35 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു. 25 വർഷം തുടർച്ചയായിട്ട് ജ്യോതിബാസു ഭരിച്ചു. 10 വർഷം ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിച്ചു. ഈ സമയത്തൊക്കെ വെസ്റ്റ് ബംഗാളിൻ്റെ നല്ലൊരു പ്രദേശം കൈയടക്കി വെച്ചിരുന്നത് ഈ ബംഗ്ലാദേശികളായിരുന്നു. ഇപ്പോൾ ആ സംസ്ഥാനം സ്വതന്ത്രമായി. അവിടെയുള്ള ആളുകൾക്ക് ഭയം പേടിയില്ലാതെ ജീവിക്കാനൊരു സാഹചര്യം വന്നു. അപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഓരോ മുസ്ലിം ആയാലും ഓരോ ക്രിസ്ത്യാനി ആയാലും അവനവൻ്റെ രാജ്യമല്ലേ വലുത്? അപ്പോഴാണ് ഈ ബംഗ്ലാദേശി ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ കോട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യം ചോദിച്ചത്, ഒരു പ്രശ്നമുണ്ടായാൽ പാകിസ്ഥാനുമായി ബംഗ്ലാദേശുമായി മറ്റൊരു സംസ്ഥാനങ്ങളുമായി രാജ്യങ്ങളുമായി ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഇതൊരു ചോദ്യചിഹ്നമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി മത്സരം നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു, ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പേര് എഴുന്നേറ്റിരുന്നു. പാകിസ്ഥാൻ ജയിക്കണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സകല മുസ്ലിം കുട്ടികളും എഴുന്നേറ്റ് നിന്നു. എന്താണ്? ചെറുപ്പം മുതൽ അവരുടെ ഉള്ളിൽ അവരുടെ വർഗസ്നേഹം, രാജ്യസ്നേഹമല്ല അവരെ പഠിപ്പിക്കുന്നത്,
മറിച്ച് വർഗസ്നേഹമാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ മതവും എന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ആദ്യം എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത് എന്നും എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകണമെന്നും ഓരോരുത്തരും ചിന്തിക്കണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ അടുത്തൊരു മറുവശം കൂടി ഇതിനകത്തുണ്ട്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഒരു ടാർഗറ്റ് ആകുന്നുണ്ടോ എന്നും ചില സമയത്ത് ചിന്തിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശശികല എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട്, അതുപോലെ TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവരൊക്കെ നിരന്തരമായി ഇരുന്നു കൊണ്ട് ഈ വർഗീയ വാക്കുകൾ പറയുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു എന്താണ്, അത് ഒരു ഇവാഞ്ചലിസ്റ്റിക് സ്റ്റേറ്റ് ആകാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അവിടെ മതപരിവർത്തനം നടക്കും. കേരളത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവർ പറഞ്ഞു കേരളം മുസ്ലിങ്ങൾ ഭരിക്കും, തമിഴ്നാട് ക്രിസ്ത്യാനി ഭരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിന് ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണ്, നമ്മൾ ഈ ഇന്ത്യയിൽ ജീവിച്ചിട്ടും പലപ്പോഴും നമ്മളെ ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണ് ഈ സമൂഹം കാണുന്നത്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം കാണുന്നത് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഒരുപക്ഷെ അവർ രാജ്യത്തെ സ്നേഹിക്കാൻ മുമ്പോട്ട് വരുന്നുണ്ടാവാം, പക്ഷെ ചില തിക്താനുഭവങ്ങൾ നിമിത്തം അവർ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്നും പറയാതിരിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ്, നിങ്ങൾ ജിഹാദികളാണ്, നിങ്ങൾ പാകിസ്ഥാനികളാണ്, നിങ്ങൾ ബംഗ്ലാദേശികളാണ് എന്നുള്ള ഒരു സംസാര വിഷയം കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഒരു മാനസികമായ സംഘർഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ എൻ്റെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഈ ബംഗ്ലാദേശിയായിട്ടുള്ള ഈ മുസ്ലിം നേതാവ് പറഞ്ഞു 40 കോടിയോളം ആളുകൾ ഞങ്ങൾക്ക് ഇന്ത്യയിലുണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ ഇന്ത്യയെ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം കൂടെ ചേർന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയാകുമോ എന്നുള്ളത് ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞാൻ ഒരു ഓപ്ഷൻ തരികയാണ്. നിങ്ങളിതിനെക്കുറിച്ച് ശക്തമായി കമൻറ്റുകൾ എഴുതണം. തെറിയും ചീത്തയുമല്ല, മറിച്ച് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, ഈ യാഥാർത്ഥ്യം എങ്ങനെ മുമ്പോട്ട് പോകുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, മറ്റു പല സംഘടനകളും അവർക്ക് ഇന്ത്യ ഭരിക്കണം എന്നുള്ള ചിന്ത അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളെയും ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങളെയും അതേപോലെ താലിബാനുള്ള മുസ്ലിം സമൂഹത്തെയും കണ്ടുകൊണ്ടാണോ അവർ ഇത്ര ധൈര്യത്തോടുകൂടി ഇത് പറയുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവ സമൂഹം ഉണരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നും RSS പോലുള്ള സംഘടനകൾ ഈ രാജ്യത്ത് ആവശ്യമാണ് എന്നും പറയേണ്ടതായിട്ട് വരും. കാരണം രാജ്യത്തിൻ്റെ അകത്ത് ഒരു ആഭ്യന്തര കലഹമുണ്ടായാൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം RSS പോലുള്ള സംഘടനകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കാരണം RSSും വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗ് ദൾ പോലുള്ള സംഘടനകൾ വളരെ ശക്തമാണ്. അപ്പോൾ ഈ ആഭ്യന്തര കലഹം, അതായത് മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ രാജ്യത്തൊരു വലിയ കലാപം സൃഷ്ടിക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്താൽ RSS പോലുള്ള സംഘടനകൾ രംഗത്തിറങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമായി വെച്ചിരിക്കുകയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്നത് വലിയൊരു വെല്ലുവിളിയാണ്, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ ബംഗ്ലാദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശികളെ പുറത്താക്കിയതോടുകൂടെയും ജമ്മു കാശ്മീർ മേഖലയിൽ നിന്നും പാകിസ്ഥാനികളെ പുറത്താക്കിയതോടുകൂടിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയുടെ ഭരണം ഇവിടെ ഉള്ളതുകൊണ്ടും നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ധീരന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഉള്ളതുകൊണ്ട് ഉത്തർപ്രദേശിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. എന്തായാലും
ഈ ബംഗ്ലാദേശിലെ ഈ നേതാവ് പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം ചുമ്മാ പറഞ്ഞതാണോ, അതോ ഇന്ത്യയിലുള്ള ഈ 40 കോടി വരുന്ന മുസ്ലിം സമൂഹം ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു, ഇവരെ കണ്ടുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ നീങ്ങിയാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു ചോദ്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്.